മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ നാരായത്തുമ്പിലൂടെ മലയാളക്കരയ്ക്ക് മലയാളിക്ക് പകർന്നു നൽകിയതാണ് രാമായണം. കിളിപ്പാട്ട് നമ്മളെല്ലാവരും വായിച്ച് ഗുരുപരമ്പരയ്ക്ക് ഇപ്പൊ മാതാവ് പിതാവ് ഗുരുപരമ്പര എന്നൊക്കെ പറയുമ്പോൾ കേരളത്തില് വലിയ വലിയ ചർച്ചകൾ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. യാതൊരു സംശയവും വേണ്ട, അത്തരത്തിലുള്ള യാതൊരു ചർച്ചകൾക്കും ഗുരുവിനും ഗുരുപാദ പൂജയ്ക്കും പിതാവിനും മാതാവിനും നമസ്കാരം നൽകുന്നതിനും സമൂഹത്തിലെ ഗുരുശ്രേഷ്ഠന്മാരെയും ഈശ്വരനെയും നമസ്കരിക്കുന്നതിനും ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കിന്റെയും ആവശ്യമില്ല. അത് യുഗയുഗാന്തരങ്ങളിലൂടെ പൂർവികന്മാർ, ആചാര്യന്മാർ, കോടാനുകോടി മനുഷ്യർ അവരുടെ മേധ ബുദ്ധി ഉപയോഗിച്ച് കർമ്മം ഉപയോഗിച്ച് ചിന്തിച്ച് മനനം ചെയ്ത് ഉറപ്പിച്ചെടുത്ത ഒരു ജീവിതക്രമമാണ്. അതുകൊണ്ടാണ് ഭാരതത്തിലെ സുപ്രീം കോടതി ഹിന്ദു ദർശനത്തെ ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്, ഇതൊരു ജീവിത പദ്ധതിയാണ്, ജീവിതക്രമമാണ് എന്ന് പരിചയപ്പെടുത്തിയത്. ആ ജീവിതക്രമത്തെയാണ് നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നത്. അതിനകത്ത് അശാസ്ത്രീയതയില്ല. അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങളൊക്കെ പലതിനും പല രീതിയിൽ കടന്നുകൂടിയിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ കാലത്തിന്റെ ക്രമത്തിൽ നമ്മൾ സ്വയം പഠിച്ചു മാറ്റേണ്ടതാണ്. അത് മറ്റാരെങ്കിലും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും പോലെ കാലാകാലങ്ങളിൽ മാറ്റി തന്നതുപോലെ ഇനിയും ആചാര്യന്മാരുണ്ടാവാം, മാറ്റങ്ങൾ ഉണ്ടാക്കാം. മാറ്റങ്ങൾ ഉണ്ടാവണം. സനാതന ധർമ്മത്തിൽ ഇന്നനുഷ്ഠിക്കുന്നതിൽ തെറ്റുകളും പിഴവുകളും ഉണ്ടെങ്കിൽ, എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞാൽ വേദങ്ങളും ഉപനിഷത്തുകളിലും ഗീതയിലും രാമായണത്തിലും മഹാഭാരതത്തിലും പോലും എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അതുപോലും തിരുത്താൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വരും കാലഘട്ടത്തിലേക്ക് കടന്നു പോകുന്ന സനാതന ധർമ്മത്തിന്റെ തലമുറകൾക്ക് സാധിക്കും. അത്തരത്തിലുള്ള ചർച്ചകൾ ആവശ്യമാണ്. പക്ഷെ അതിനെ തള്ളിക്കളയലല്ല കാലഘട്ടത്തിന്റെയും ലോകത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും ആവശ്യം. അതുകൊണ്ട് രാമായണം വായിക്കണം, സ്വയമേവ വായിക്കണം, നമ്മുടെ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം. ഗുരു എന്ന് കൃഷ്ണൻ അർജുനോട് പറഞ്ഞ പോലെ വിമർശിച്ച് പഠിക്കട്ടെ, വിമർശിച്ച് പഠിച്ചോളൂ. പക്ഷേ നിലപാടുതറകളും അടിത്തറകളും അടിസ്ഥാനങ്ങളെയും മറന്നുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ എങ്ങും നൂല് പൊട്ടിയ പട്ടം പോലെ നമുക്ക് വേരുകളില്ലാതെയായി പോകും. വേരുകളില്ലാത്ത മരങ്ങൾ എത്ര വലുതായാലും എത്ര വൻമരങ്ങളായാലും വേരുകളില്ലാതെയായാൽ അവയ്ക്ക് നിലനിൽപ്പുണ്ടാവില്ല എന്ന് നാം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട്